അവരുടെ പിതാവിന്റെ മരണശേഷം വിലാപകാലം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സഹോദരന്മാർ വളരെ അസ്വസ്ഥരായിരുന്നു. കാരണം അവരുടെ ചെറുപ്പകാലത്ത് തങ്ങളെക്കാൾ ഇളയ സഹോദരനെ അവരുടെ അപ്പൻ സ്നേഹിക്കുന്നു എന്നോർത്ത് ഭാരപ്പെട്ട് കിട്ടിയ അവസരത്തിന് അവനെ വിറ്റുകളഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവർ വിറ്റുകളഞ്ഞ സഹോദരന്റെ അടുത്ത് ചെന്ന് അവന്റെ കൈയാൽ ആഹാരവും വാങ്ങി പിന്നീട് അവരുടെ അപ്പനെയും കൊണ്ട് ആ രാജ്യത്തിന്റെ ഒരു ഭാഗമായി അവർ താമസം ആരംഭിച്ചു. എല്ലാം വളരെ സുഗമമായി പോകുന്ന സമയത്താണ് അവരുടെ അപ്പനായ യാക്കോബ് മരിക്കുന്നത്. അവരുടെ അപ്പൻ മരിച്ചുപോയി എന്ന് യോസെഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് ഒരുപക്ഷെ യോസെഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. നാം കാരണം മറ്റൊരാൾക്കുണ്ടാകുന്ന വൈകാരിക മുറിവുകൾ നമ്മെ കുറ്റബോധത്തിലേക്ക് നടത്തുന്നു. ആകുലതകൾ നാളെപ്പറ്റിയുള്ള വിചാരങ്ങളാണെങ്കിൽ, എന്നാൽ കുറ്റബോധം നാം ചെയ്തുപോയ തെറ്റുകളുടെ ബാക്കിപത്രമായി ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും എന്നോർത്ത് വിധിയുടെ തടവുകാരായി ജീവിതം തള്ളി നീക്കുന്നവർ നമുക്ക് ചുറ്റും ഏറിവരുന്നു. നാം തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടിയല്ല, തെറ്റുകളിൽ നിന്ന് ശരിയായ ദിശയിലേക്ക് നടക്കുവാനാണ് ശ്രമിക്കേണ്ടത്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആകുലതയും ഭീതിയും ഭയവുമൊക്കെ വർദ്ധിപ്പിക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത കാര്യം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ചത് തങ്ങളുടെ അപ്പൻ അവരെക്കാൾ അധികം അവരുടെ ഇളയ സഹോദരനെ സ്നേഹിക്കുന്നു എന്നുള്ള അനാവശ്യമായ ചിന്തയായിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ അവർ ചെയ്ത പ്രായശ്ചിത്തമോർത്ത് ഇപ്പോൾ അവർ ദുഃഖിക്കുന്നു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകളെന്ന് സ്വന്തം സഹോദരങ്ങൾ യോസെഫിനോട് പറഞ്ഞപ്പോൾ യോസെഫിന്റെ മറുപടി, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അകാരണമായ ചിന്തയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള മാർഗമാണ് ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുകയും പിന്നീടവയെ ചെയ്യാതിരിക്കും എന്നെടുക്കുന്ന ഉറച്ച തീരുമാനവും. എന്നാൽ വൈകാരികമായി എടുത്ത പല തീരുമാനങ്ങളും അല്പം ആശ്വാസം തോന്നിയാലും ജീവകാലം മുഴുവൻ നിലനിൽക്കുന്ന കുറ്റബോധത്തിന് അടിമയാകുവാൻ സാധ്യതയുണ്ട്. അനർത്ഥങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നോർത്ത് അവയെ അതിജീവിക്കുവാൻ കരുതലോടും ശ്രദ്ധയോടും സുരക്ഷയോടും കൂടി ജീവിക്കുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.